ഇനി തുലാക്കൂറാണ്, ലിബ്ര എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ചിത്തിര അര, ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോദ്യം വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നതാണ് തുലാക്കൂറ്. 6-ാം ഭാവത്തിലെ ചൊവ്വയും ശനിയും തമ്മിലുള്ള യോഗം അത്ര അനുകൂലമല്ല. ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ കർമ്മമേഖലയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടത്ര പരിശ്രമം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെയുള്ളവർ തന്നെ തനിക്ക് ശത്രുക്കളായിട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ഗ്രഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശത്രുക്കളെ ജയിക്കാനും നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട്. എന്നാൽ വളരെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പ്രവർത്തന രംഗത്ത്, ജോലിയാണെങ്കിലും മറ്റു തരത്തിലുള്ള പ്രൊഫഷനാണെങ്കിലും അതിലൊക്കെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ജോലി ഭാരം ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടത്ര വിജയകരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഈശ്വരാനുഗ്രഹവും അതിനോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. ധനപരമായിട്ട് സമീകൃതമായിട്ടുള്ളൊരവസ്ഥ, ലാഭനഷ്ടങ്ങൾ സമീകൃതമായിട്ടുള്ളൊരവസ്ഥയാണ്. വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. കുടുംബാംഗങ്ങളുടെ പിന്തുണ, സ്നേഹം ഇതൊക്കെ ആർജിക്കാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് ശരീരവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പേശികൾക്കുള്ള ബലക്ഷയം അഥവാ ഫറ്റീഗ്, ക്ഷീണം മുതലായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ദേവിയെ പൂജിക്കുക, ദുർഗാദേവിയെ പൂജിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്.